10/5/71 കേരളത്തിൽ വനം വേണമെന്ന നിയമം വന്നത്. ജോർജിന്റെയും ജോസിന്റെയും ഭൂമി 67 വില കൊടുത്ത് മേടിച്ചാണ്. അപ്പൊ 71 നിയമം വന്നതിന് മുമ്പ് മേടിച്ച ഭൂമി ഒരിക്കലും 71 പരിധിയിൽ വരില്ല. അമിക്കസ് ക്യൂറി വന്നാൽ ഭൂമി ഏതാണെന്ന് കണ്ടുപിടിക്കും, നോട്ടിഫിക്കേഷൻ പറയുന്ന ഭൂമി ഏതാണെന്ന് കാണും, നിങ്ങളുടെ ഭൂമി ഏതാണെന്ന് കാണും എന്ന് കൃത്യമായി എന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ അതൊന്നും വരാത്തതിന്റെ കാരണം എന്താണ്? യഥാർത്ഥ വനഭൂമി മറ്റൊരാളുടെ കൈവശം ഇരിക്കുവാണ്. ഇവർ ഭൂമി മാറ്റി കൊടുത്തതാണ്. അതിന്റെ അളവൊപ്പിക്കാനാണ് നമ്മളെ ഈ വേട്ടയാടുന്നത്. നമ്മള് അതുകൊണ്ടാണ് ഇവർ പകരം ഭൂമി തരാമെന്ന് പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കുന്നില്ല. കളക്ടറോട് ഞാൻ പറഞ്ഞു, പൊതുസമൂഹത്തിന്റെ മുന്നിൽ നീതിക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. ഞാൻ പൊതുസമൂഹത്തിന് മുന്നിൽ എന്ത് കാര്യത്തിനും രാത്രിയെന്നോ പകലോ ജാതിയെന്നോ മതമെന്നോ നോക്കാതെ നടന്ന ഒരാളായിരുന്നു. പക്ഷെ ഞാനൊരു നീതിക്ക് വേണ്ടി പൊരുതി, ഞങ്ങളുടെ കുടുംബം ഒരു നീതിക്ക് വേണ്ടി പൊരുതിയപ്പം ഞാനൊരു വലിയ പാഠം പഠിച്ചു. സമൂഹത്തിൽ ആരും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവരാരും നമ്മളെ സഹായിക്കില്ല എന്ന് ഈ സമരം കൊണ്ട് ഞാൻ പഠിച്ചിരിക്കുക. വനം വകുപ്പിന്റെ കാര്യത്തിൽ അവര് വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. വനമന്ത്രി എന്നോട് പറഞ്ഞ പ്രാഥമിക കാര്യം അതാണ്. പക്ഷെ അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിച്ചാലും എങ്ങനെ തീർക്കാൻ പറ്റും, അതിനുള്ള നടപടി സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ആരായാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ ഈ കാര്യത്തിൽ ഉണ്ടാവും.